الرحيم. الحمد لله رب العالمين، والصلاة والسلام على نبيه المصطفى الأمين سيدنا محمد وعلى آله وصحبه أجمعين. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ വിധികർത്താക്കൾ, സ്നേഹനിധികളായ ഉമ്മമാർ, നിഷ്കളങ്കരായ സഹോദരിമാർ, അനുഗ്രഹീതരായ പിതാക്കൾ, ദീനിൻ്റെ യുവ തേജസ്സുകളായ പ്രിയപ്പെട്ട യുവ സഹോദരന്മാർ, ഏവർക്കും എൻ്റെ ഇസ്ലാമിക തത്വോധിഷ്ഠിത അഭിവാദ്യങ്ങൾ. ഫസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കാലത്തിൻ്റെ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെടേണ്ട കാലിക പ്രസക്തവും മർമ്മപ്രധാനവുമായ വിഷയമാണ് ഇന്ന് എക്കാലത്തെയും മികച്ച വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രസ്ഥാനമായ കലാലയം സാംസ്കാരിക വേദിയുടെ ഈ വേദിയിൽ എനിക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. സ്ത്രീ ശാക്തീകരണം, നിയമങ്ങളും യാഥാർത്ഥ്യങ്ങളും എന്നുള്ള വിഷയത്തിൻ്റെ മർമ്മപ്രധാനമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് എൻ്റെ ഈ പ്രസംഗം അവസാനിപ്പിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. സ്ത്രീ ശാക്തീകരണം എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 16 മുതൽ 32 വരെ നീണ്ടു നിൽക്കുന്ന മൗലികാവകാശങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശമാണ് എല്ലാവർക്കും സമത്വവും തുല്യ നീതിയും എന്നുള്ളത്. അവിടെ പുരുഷന്മാർക്കെന്നോ സ്ത്രീകൾക്കെന്നോ ഒരു വേർതിരിവോ വിവേചനമോ ഇന്ത്യൻ ഭരണഘടനയിൽ നമുക്കെവിടെയും കാണാൻ കഴിയില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ തന്നെയുള്ള മൗലികാവകാശങ്ങളിൽ പോലും സ്ത്രീകളെ പരിഗണിച്ചുകൊണ്ടുള്ള നിയമനിർമ്മാണം നമുക്ക് ഈ വിഷയത്തിൽ കാണുമ്പോൾ, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ കാരുണ്യത്തിൻ്റെ പ്രവാചകർ, ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു അധ്യാപനങ്ങളിലേക്ക് നാം തിരിഞ്ഞു നോക്കുന്ന വേളയിൽ അവിടുത്തെ തിരുമൊഴികളിൽ നമുക്ക് കാണാൻ കഴിയും, ത്വലബുൽ ഇൽമി ഫറീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. ഓരോ മുസ്ലിമായ പുരുഷനും സ്ത്രീക്കും ഇൽമ് തേടുക, അറിവ് തേടുക എന്നുള്ളത് അവരുടെ മേൽ ബാധ്യതയാണ്, ഫറളാണ് എന്ന് അള്ളാഹുവിൻ്റെ തിരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതിപാദിക്കുമ്പോൾ, സ്ത്രീ എന്നുള്ളത് മാറ്റിനിർത്തപ്പെടേണ്ടതല്ല, എക്കാലത്തും ശാക്തീകരിക്കപ്പെടേണ്ട ഒരു വസ്തുത തന്നെയാണെന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ ആശയത്തിൻ്റെ കുറവുകളോ നിയമത്തിൻ്റെ ലഭ്യതക്കുറവുകളോ അല്ല നാം കാണുന്നത്. വാഗ്ദാനങ്ങൾ മാത്രമായി കുറഞ്ഞു പോകുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നാം സ്ത്രീ ശാക്തീകരണം എന്നുള്ള ഈ വിഷയം കാലിക പ്രസക്തമായി മാറിക്കൊണ്ടിരിക്കുന്നത്. വാഗ്ദാനം മാത്രമായി ചുരുങ്ങുന്നതിൻ്റെ മറ്റൊരു കാരണമാകുന്നത് സാമൂഹിക ചുറ്റുപാടും സാമൂഹിക അന്തരീക്ഷവും തന്നെയാണ് എന്നുള്ള സത്യവും നാം ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ടതുണ്ട്. നഗരവാസികളായ പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ വിദ്യാസമ്പന്നരായി വളർന്നുകൊണ്ടിരിക്കുന്ന വേളയിലും ഗ്രാമങ്ങളിലും ഗ്രാമാന്തരങ്ങളിൽ വസിച്ചു കൊണ്ടിരിക്കുന്ന പെൺ അല്ലെങ്കിൽ സ്ത്രീ വർഗത്തിന് ഇപ്പോഴും വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ വളർച്ചയും അവരുടെ ഭാവിയും ഇപ്പോഴും തഴഞ്ഞിടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ സ്ത്രീ ശാക്തീകരണം നിയമനിർമ്മാണത്തിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു വസ്തുതയല്ല എന്നുള്ളത് ഈ സദസ്സിൽ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാം സ്ത്രീകൾക്ക് എല്ലാവിധമായ അവകാശങ്ങളും നൽകിയിട്ടുണ്ട്. അത് ഇന്ത്യൻ ഭരണഘടനയിലും നമുക്ക് കാണാൻ കഴിയും. സ്ത്രീകൾക്ക് എല്ലാവിധമായ അവകാശങ്ങൾ, സ്വത്തവകാശത്തിലും സ്ത്രീക്ക് പങ്കുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ അവകാശത്തിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച തിരുവചനം നമുക്ക് ഇവിടെ പ്രതിപാദിക്കാവുന്നത് തന്നെയാണ്. അങ്ങനെ ഏതൊരു വിഷയത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാലും എല്ലാത്തിലും സ്ത്രീകൾക്ക് അർഹമായ മാന്യമായ പരിഗണിക്കപ്പെടേണ്ട അവകാശം സ്ത്രീകൾക്ക് എല്ലാ കാലത്തും ലോകത്തിലുള്ള സർവ്വരാജ്യങ്ങളും നൽകുന്നുണ്ട്, നൽകപ്പെടേണ്ടതാണ്. പക്ഷേ അത് നിയമങ്ങളിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു വസ്തുതയല്ല എന്നും അത് ഇനിയും ശാക്തീകരിക്കപ്പെടേണ്ടതും സാമൂഹിക ചുറ്റുപാടുകളിലെ കാഴ്ചകൾക്ക് വ്യത്യാസം വരേണ്ടതുണ്ട് എന്നും ഈ 21-ാം നൂറ്റാണ്ടിൽ നാം തിരിച്ചറിയേണ്ടിയിരിക്കുകയാണ്.
നിയമം നേരിടുന്ന നിശബ്ദ തടസ്സങ്ങൾ, സാമൂഹിക ചുറ്റുപാട് എന്നുള്ളതിൽ നാം അത് വെറും ഒരു നിയമനിർമ്മാണത്തിൽ ഒതുക്കിക്കളയേണ്ട ഒരു വിഷയമല്ല എന്ന് തിരിച്ചറിയണമെന്ന് ഈ സദസ്സിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ എളിയ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.